السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله سيدنا ومولانا محمد. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയത് റജബ് 27 മിഅ്റാജിൻ്റെ രാത്രിയിലാണെന്ന് നമുക്കൊക്കെ അറിയാം. നിസ്കാരമെന്നുള്ള ഏറ്റവും അതിപ്രധാനമായ ഇബാദത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവനിലേക്ക് ഡയറക്റ്റായി ക്ഷണിച്ചു വരുത്തി അള്ളാഹു സൃഷ്ടിച്ചു വെച്ച പല അത്ഭുതങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും അവിടുന്ന് സ്വർഗവും നരകവും, നരകത്തിലോരോ ശിക്ഷകളും സ്വർഗത്തിലോരോ അനുഭൂതികളും റസൂലുള്ളാഹി തങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അങ്ങനെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്തി തിരിച്ചു വരുമ്പോൾ അവിടത്തേക്കും സമുദായത്തിനുമായി അല്ലാഹു തആല നിശ്ചയിച്ച് നൽകിയ ഏറ്റവും അതിമഹത്തായ ഒരു ഇബാദത്താണ് 5 നേരത്തെ നിസ്കാരം എന്നുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അത് 50 വക്തായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടപെടൽ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചുരുക്കി അവസാനം 5 വക്താക്കി എന്ന് ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അള്ളാഹുമായി ഒരു മുഅ്മിനായ മനുഷ്യൻ നടത്തുന്ന അഭിമുഖ സംഭാഷണമാണല്ലോ നിസ്കാരമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുഅ്മിനിൻ്റെ മിഅ്റാജ് എന്ന് ഇതിനെ അറിയപ്പെടുന്നുണ്ട്, നിസ്കാരത്തെ സംബന്ധിച്ച് പറയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുമായുള്ള ഈ മുനാജാത്ത് അതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 5 നേരം 5 വക്തുകളായിട്ട് ഈ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് വിശ്വാസിക്ക് നിർബന്ധ ബാധ്യതയാണ്. റബ്ബിൻ്റെ മുമ്പിൽ അവൻ്റെ വിധേയത്വം, അവൻ്റെ അടിമത്വം അത് പ്രകടിപ്പിക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് സർവസ്വവും അള്ളാഹുവിൽ സമർപ്പിക്കുക എന്നുള്ളത് അതിപ്രധാനമായി വിശ്വാസി എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 5 തവണയെങ്കിലും നിർവഹിക്കൽ അവന് മേൽ നിർബന്ധ ബാധ്യതയാണ്. 5 വക്ത് നിസ്കാരം നിർവഹിക്കുന്നു എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് നൽകുന്ന പ്രതിഫലമാണെങ്കിലോ 50 വക്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം. ഫുരിദത്ത് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത ഉസ്രിയ ബിഹി അസ്സലവാത്തു 50. ഇസ്രാഈലിൻ്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 50 വക്ത് നിസ്കാരത്തെ നിർബന്ധമാക്കപ്പെട്ടു. സുമ്മ നുഖ്സത്ത് ഹത്താ ജുഅലത് 5. പിന്നീട് അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടപെടൽ കാരണം 50 എന്നുള്ളത് 5 ആക്കി ചുരുക്കപ്പെട്ടു. എന്നിട്ട് പിന്നീട് വിളിച്ചു പറയപ്പെട്ടു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയെ, ഇന്നഹു ലാ യബ്ദുൽ ഖൗല ലദയ്യ. 5 വക്ത് നിസ്കാരം അങ്ങേക്ക് നാം നിർബന്ധമാക്കി. ആ ഒരു വാക്കൊരിക്കൽ നമ്മുടെ മുമ്പിൽ അത് മാറ്റിപ്പരിമറിക്കപ്പെടുന്ന പ്രശ്നമില്ല. പക്ഷേ 50-ന് 5 ആക്കി ചുരുക്കിയെങ്കിലും 50ൻ്റെ പ്രതിഫലം തന്നെ നാം നിങ്ങൾക്ക് നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയപ്പെട്ടതായി ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ചുരുക്കത്തിൽ 5 നേരത്തെ നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കുമ്പോൾ 50 വക്ത് നിസ്കാരം നിർവഹിച്ച പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകും. അത് അല്ലാഹുമായുള്ള നേരിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ്, മുഅ്മിനായ മനുഷ്യൻ്റെ മിഅ്റാജാണ്. കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധ്യമായാൽ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടൽ എളുപ്പമായി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരം നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.